ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും വേണം, ആയുസ്സും ആരോഗ്യം വേണം. എല്ലാം മനസ്സിലാക്കണം, അറിവെല്ലാം നന്നായി മനസ്സിലാക്കാനുള്ള അറിവ് കുറച്ചെങ്കിലും ആകട്ടെ മക്കളെ. എനിക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ അതുള്ളത് പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കണം എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് 14,000 പേരെയും തൃശ്ശിരാക്കളെയും ഹരനെയും, അത് ശൂർപ്പണഖയുടെ സഹോദരന്മാരെയൊക്കെ വധിച്ചു. അപ്പോൾ ഗുഹാദ്വാരത്തിലാക്കിയേക്കുവാണ് ലക്ഷ്മണൻ സീതയെ. കാരണം ഭഗവാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പൊരുതിക്കൊള്ളാം, ലക്ഷ്മണൻ സീതയെ രക്ഷിച്ചാൽ മാത്രം മതിയെന്ന്. അങ്ങനെ ഗുഹാദ്വാരത്തിൽ കൊണ്ടാക്കിയിട്ട് ലക്ഷ്മണൻ സീതയ്ക്ക് കാവൽ നിന്ന് നിൽക്കും. അപ്പോഴിവിടെ എന്ത് വന്നു? 14,000 പേരെയും ഭഗവാൻ ഒറ്റയ്ക്ക് തന്നെ വധിച്ചു. അവർ വധിച്ചപ്പോൾ അവരെല്ലാം എന്തായി മാറി? രാക്ഷസന്റെ രീതി മാറിയിട്ട് ദിവ്യദേഹമായി വന്നു. ഭഗവാന്റെ ആൾക്കൊന്നെല്ലാം നന്നായി വലയം വെച്ച് ഭഗവാൻ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു, സിദ്ധി പ്രാപിച്ചു അവർ. കാരണം അത് പരമേശ്വരൻ കൊടുത്തൊരു വരമായിരുന്നു. പരമേശ്വരൻ്റെ മുമ്പ് ഇതിന് മുന്നേ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യക്ഷനായി പരമേശ്വരൻ. അന്ന് ശ്രീരാമനായിട്ട് ഭൂമിയിൽ വരും. അപ്പോൾ അത് പരമേശ്വരൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ രാക്ഷസരായി അവിടെ നിശാചരായി കഴിയണം. ഈ യുദ്ധത്തിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഈ രാക്ഷസദേഹം പോയിട്ട് സായുജ്യം പ്രാപിക്കുന്ന വരം കൊടുത്തിരുന്നു. അത് എല്ലാവരും ഒന്നിച്ചിങ്ങനെ വധിക്കാനുള്ള കാരണവും ശ്രീരാമഭഗവാൻ അവരെ ആ ദിവ്യമായ ദേഹത്തെ എന്നുവെച്ചാൽ അത് മോക്ഷത്തിലേക്ക് പോകുന്ന അങ്ങനെ ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് അവർ പോയി. അപ്പോഴത്തേക്ക് ലക്ഷ്മണനും സീതയും ഗുഹയിൽ നിന്ന് വന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താ, എല്ലാവരെയും വധിച്ചിട്ടേക്കെന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ ദേഹം മൊത്തവും അതാണ് നമ്മൾ വായിച്ചു തീർത്തത്. അതാണ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം പതുക്കെ തടവി ആ മുറിവും വടുവൊക്കെ മാറ്റി ഇങ്ങനെ പുണ്ണുപോലിരിക്കുക. അമ്പ് കൊണ്ട് ഒരുപാട് രാക്ഷസന്മാരില്ലേ, ഭഗവാൻ എല്ലാം തടഞ്ഞാലും കുറേയൊക്കെ വന്ന് കൊള്ളൂലേ. അത് ദേഹം മൊത്തവും മുറിഞ്ഞ്, കാരണം പടച്ചട്ടയൊക്കെ മുറിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഭഗവാനെ വന്ന് തടവിയൊക്കെ ആ മുറിവൊക്കെ ഉണക്കി. എങ്ങനെയാ? സൗമിത്രി സീതാദേവി തന്നോടും കൂടി വന്നു. ഇവിടുന്ന് ആ ഗുഹയിൽ നിന്ന് ഗുഹാദ്വാരത്തിൽ ഇങ്ങനെ രഹസ്യമായി അവിടെ ആക്കിയേക്കുക. ഈ ദുഷ്ടരായ നിശാചരനെ കാണാതെ ഭഗവാൻ തന്നെ ഒറ്റയ്ക്ക് പൊരുതിക്കൊള്ളാം, ലക്ഷ്മണ നീ സീതയെ നോക്കിക്കൊണ്ടാൽ മതി, രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നു. സൗമിത്രി സീതാദേവി തന്നോടും കൂടി രണ്ടുപേരുടെ വന്നിട്ട് രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ഭഗവാനെ വന്ന് നമസ്കരിച്ചു. കാരണം അവർ മനസ്സ് വിഷമിച്ചായിരിക്കും ഗുഹയിലൊക്കെ ഇരിക്കുന്നത്. കാരണം ദേവിയെ രക്ഷിക്കണമെങ്കിൽ ലക്ഷ്മണൻ ഉണ്ടെങ്കിലേ പറ്റൂ, ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ദുഃഖിച്ചും വിഷമിച്ചും ഇരിക്കുക. അത്രത്തോളം വേദന കാണും, ഒറ്റയ്ക്ക് പൊരുതാനുള്ളതാണ് ഭഗവാൻ. അങ്ങനെ വന്ന് ഭഗവാനെ വീണ് നമസ്കാരം ചെയ്തിട്ട് ശസ്ത്രൗഖ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം. അപ്പോൾ ഈ ശസ്ത്രങ്ങൾ കൊണ്ട് പുത്തുകേറിയ മുറിവെല്ലാം കണ്ടപ്പോൾ മുക്തബാഷ്പം, കാരണം കണ്ണുനീരൊഴുപ്പിന്ന് അത്ര സങ്കടത്തോടുകൂടി വിദേഹാത്മജ ഈ സീതാദേവി മന്ദം പതുക്കെ തൃക്കൈകൾ കൊണ്ട്, ആ ദേവിയുടെ കൈകൾ കൊണ്ട് തലോടി ആ മുറിവിലെല്ലാം തലോടി പൊറിപ്പിച്ചിടിനാൾ. ഒക്കവേ പുണ്ണും അതിന് വടവും മാച്ചിടിനാൻ. ആ ദേവിയുടെ ഒരു വിഷമവും വേദനയും ഭർത്താവല്ലേ ശ്രീരാമ ഭഗവാൻ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ ദേഹം മൊത്തവും പുണ്ണ്. ഇപ്പോഴും എനിക്കതുപോലെ വരുന്നു. അങ്ങനെ ദേവി എന്ത് ചെയ്ത് എല്ലാം ദേഹത്ത് മൊത്തവും തടവി
പുണ്ണ് മാറ്റി ആ വടുവൊക്കെ അതിൻ്റെ അടയാളങ്ങൾ മാറ്റി സന്തോഷത്തിലും സ്നേഹത്തിലും അത്ര ഭക്തിയോടും ഒരു പ്രത്യേക കടാക്ഷ വീക്ഷണം കൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത്. എല്ലാം കൂടെ ഒത്തുവരും. ആ സ്നേഹവും എന്താ പറയുന്നത്, ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും ബഹുമാനവും, പിന്നെയോ ഇത്രയും ദുഃഖമല്ലേ ഇതെല്ലാം, അതെല്ലാം കൂടെ വന്നിട്ട് ആ ദേവി ഒന്നുമില്ലെങ്കിൽ ദേവിയല്ലേ, മഹാമായയല്ലേ, ഭഗവതിയല്ലേ. അപ്പം വിചാരിച്ചാൽ വരും. വിചാരിക്കാതിരുന്നാൽ നമുക്ക് സാധാരണ നമുക്ക് അതുപോലെ നമുക്ക് എത്രയൊക്കെ ഭക്തിയും ദൈവികമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ സാധാരണക്കാരെ പോലെ നമ്മൾ നടന്നാൽ ഒന്നുമില്ല. നമ്മളത് ചിന്തിക്കണം, ഇതൊക്കെ ഇങ്ങനെ വേണം അത്രത്തോളം ഭക്തിയോട് വരുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ അത് വരുത്താമെങ്കിൽ നമുക്കും കാണും. അപ്പോൾ അമ്മയുടെ അറിവിനെ പറയണോ ദേവിയുടെ കാര്യം? ആ സമയം അങ്ങനെ ഓരോ അവസ്ഥകൾ വരുമ്പോൾ അത് വരും. അപ്പോൾ യഥാർത്ഥ ദേവിയുടെ ശക്തി വരും. അങ്ങനെ എല്ലാം തടവി പുണ്ണെല്ലാം പൊറപ്പിച്ച് നന്നാക്കി മന്ദം പതുക്കെ നോവാതെ തൃക്കൈകൾ കൊണ്ട് തലോടി പൊറപ്പിച്ചിടിനാളൊക്കവേ പുണ്ണും അതിന് വടുവും മാച്ചിടിനാൾ. നമുക്കും അത് സാധിക്കുന്നതാണ്. നമുക്കും അതുപോലെ ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ നമ്മളിലും ഇതുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ. ഇപ്പം അത്ര ഭക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലെന്ന് പറയാം. ഒരുപാട് എനിക്കന്ന് അറിയത്തില്ല, ഒരുപാട് കാരണങ്ങൾ ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് എനിക്കത് അന്ന് അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സംഭവം അതാണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പം നമ്മളെല്ലാവരും അതാണ് ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ യോഗവും സിദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനോട് ചേർന്നുള്ള യോഗം വന്നാൽ നമുക്ക് സിദ്ധി ഉണ്ടാവും. അത് മഹാമായയ്ക്ക് മാത്രമല്ല, നമ്മളൊരു മഹാമായയുടെ അംശമാണ്. എല്ലാവരും അങ്ങനെയാണ്. നമുക്കും അതിൻ്റെ അംശങ്ങൾ നമ്മളിൽ ഉണ്ട്. നമ്മളത് അതിനായിട്ട് മെനക്കെട്ട് പ്രയത്നിക്കുമ്പോൾ അത് ഇങ്ങനെ തീരണം. വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല. സാധാരണക്കാരെ കണക്കല്ല. ആത്മീയമായ എല്ലാ നിറവും വരുമ്പോൾ നമ്മൾ ഈശ്വരനോട് അടുത്തടുത്ത് വരുമ്പോൾ നമ്മളിൽ തന്നെയാണല്ലോ പിന്നെ ഈശ്വരൻ വസിക്കുക. നമ്മൾ ഈശ്വരന് ഒന്നായി മാറുകയല്ലേ. അപ്പോൾ നമുക്കും ഇത് ചിന്തിച്ചാൽ വരുന്നത് അതല്ലേ. ലോകത്ത് മഹാത്മാക്കളൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നേ എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ അമ്മ ദേവി തലോടി പുണ്ണും അതിന് വടവും മാച്ചിടിനാൾ. രക്ഷോ ഈ വീരന്മാർ വീണ് കിടക്കുന്ന അത് കണ്ട് ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിടിനാൻ. ലക്ഷ്മണന് വിസ്മയമായി. ഇത്രയും പേര് ഒറ്റയടിക്ക് മരിച്ചു കിടക്കുന്നു. ഈ രാക്ഷസന്മാർ 14,000 പേരില്ലേ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തരുളിനാൻ. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു, ഇനി രാവണൻ അടങ്ങിയിരിക്കത്തില്ല, അവൻ്റെ വരവ് ഇനി കൊണ്ടുടനെ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ലക്ഷ്മണനോട് പറയുന്നു, പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. ഭഗവാൻ പറയുന്നു, ലക്ഷ്മണ നീ പെട്ടെന്ന് തന്നെ മഹാത്മാക്കളായ മഹർഷിമാരവിടെ ഉണ്ടല്ലോ, അവിടെ ഓരോരോ ആശ്രമത്തിലെല്ലാം ഭഗവാൻ തങ്ങിയപ്പോൾ അവിടെ എത്രമാത്രം എല്ലാവരും അവിടെ ഉണ്ട്. ഓരോ ഭാഗത്തും ഒരുപാട് മഹർഷിമാരുണ്ട്. അവരോട് ഇന്ന് പറയണം. എന്താ പറയണം? മുനിവരന്മാരോട് പറയണം പെട്ടെന്ന് തന്നെ യുദ്ധം ചെയ്തതും ഖരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000. ഈ തൃശിരാക്കളും ഖരനും ദൂഷണനും 14,000 പേരും എന്തു വന്നു? അവരെല്ലാം വധിച്ചു. അതുകൂടാതെ അവരുടെ സിദ്ധിയെ പ്രാപിച്ചു. അതാണ് അത്ഭുതം. അവർ യഥാർത്ഥ രാക്ഷസന്മാരല്ല. അത് പരമശിവ ഭഗവാൻ എന്തു പറഞ്ഞ് അനുഗ്രഹം കൊടുത്തതാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ വരം കൊടുത്തതാണ്. ഇങ്ങനെ രാക്ഷസന്മാരായി ജനിക്കുക, ഭഗവാൻ തന്നെ ശ്രീരാമനായിട്ട് വരും, അത് പരമശിവൻ. അപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തനാവാം. ഇപ്പം അത് സംഭവിച്ചു. അതുകൊണ്ട് നീ ചെന്ന് ലക്ഷ്മണ നീ എന്ന് പറയണം. 14,000 വധിച്ചു. അവരെല്ലാം എങ്ങനെയായി സിദ്ധി പ്രാപിച്ചു, ദിവ്യ ശരീരമെടുത്തു. താപസന്മാരോട് അറിയിച്ചു നീ വരിക എന്ന് പാപനാശനൻ അരുൾ ചെയ്ത് അയച്ചൊരു ശേഷം അങ്ങനെ ഭഗവാൻ പറഞ്ഞയച്ചു. പാപനാശനം ശ്രീരാമൻ, പാപങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനാണ് ശ്രീരാമൻ. ശ്രീകൃഷ്ണനും എല്ലാം അത് തന്നെ. അങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞു, നീ ചെന്ന് അവരോട് അറിയിക്കൂ, ഇങ്ങനെ അവർ ദിവ്യമായ ദേഹമെടുത്ത് സിദ്ധി പ്രാപിച്ചു എന്ന് പറയുവാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. അമിത്രാന്തകൻ വെച്ചാൽ ശത്രുക്കളുടെ കാലൻ, സുമിത്രാപുത്രൻ എന്ന് വെച്ചാൽ ലക്ഷ്മണൻ. തപോധനന്മാരുടെ മഹർഷിമാരോട് ചെന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അവിടേക്ക് ചെന്ന് ആശ്രമത്തിൽ ചെന്ന് മഹർഷിമാരോട് പറഞ്ഞു, ഖരനും ദൂഷനും 14,000 പേരും മരിച്ചു. എല്ലാ കാര്യങ്ങളും വൃത്താന്തങ്ങൾ ചെന്ന് അറിയിച്ചു. ക്രമത്താൽ ഇനി കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യ വൈരികളെന്നുറച്ചു മുനിജനം.
ഇനി ഇനി ക്രമം പോലെ തന്നെ എല്ലാം ബാക്കിയുള്ളതെല്ലാം ഒടുങ്ങിക്കൊള്ളും, വൈകാതെ തന്നെ. ഇനി രാവണനും ബാക്കി ആൾക്കാർ കിടക്കുമല്ലേ, അതൊക്കെ ഇനി പതുക്കെ പതുക്കെ ഓരോന്നോരോന്ന് പതുക്കല്ല, ഇനി വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരും ഇങ്ങനെ ഭഗവാൻ വധിച്ചോളും. എന്നിട്ട് അങ്ങനെ ഒടുങ്ങിയിട്ട് അമർത്യ വൈരികൾ, അമർത്യൻ അമരന്മാർ, ദേവന്മാരുടെ ശത്രുവാണല്ലോ ഈ രാക്ഷസന്മാർ. അതുകൊണ്ട് അമർത്യ വൈരികൾ ഇനി പെട്ടെന്ന് തന്നെ ഓരോരുത്തരോരുത്തർ വധിച്ച് അവരെ ഒടുക്കിക്കൊള്ളും ശ്രീരാമൻ എന്ന് മുനിജനങ്ങൾ പറഞ്ഞു. ഈ ലക്ഷ്മണൻ ചെന്ന് അവരോട് അറിയിച്ചപ്പോൾ അവർ പറയുന്നു, ഇനി ക്രമത്താൽ ഇനി എല്ലാം നടന്നുകൊള്ളും, ഈ അഹങ്കാരികളായ ദുഷ്ടന്മാരെയൊക്കെ രാവണരെല്ലാം ഇനി വധിച്ചോളും. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ, പല ലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. അപ്പോൾ ഇനി വലിയൊരു യുദ്ധം കിടക്കുമല്ലേ, അതിന് മഹർഷിമാരെന്ത് ചെയ്തു? പലരും കൂടി പല പല മഹർഷിമാരുടെ ചിന്തിച്ചു നിരൂപിച്ചിട്ട് പറഞ്ഞു, പല ലാശികൾ, അതായത് ഈ രാക്ഷസന്മാർക്ക് മായയുണ്ട്, പല ലാശികൾ മായ. ഈ പല ലാശികൾ വെച്ചാൽ പല ലാശികൾ, അതായത് രാക്ഷസന്മാരുടെ മായ തട്ടായ്വാൻ, ഇവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ. അവർ ഒളിച്ചും മറഞ്ഞു നിൽക്കും, പക്ഷെ കാണത്തില്ല. ശ്രീരാമൻ്റെയൊക്കെ അടുക്ക വന്നാലും ഇവർ മായ കൊണ്ട് മറഞ്ഞു നിന്നാൽ അറിയത്തില്ല, ദേഹത്തെ കാണില്ല. അപ്പം അങ്ങനെ വന്നാൽ ഇവർക്ക് എന്തും സംഭവിക്കും. അതുകൊണ്ട് ശരീരത്തിലെ അംഗങ്ങൾ മറയ്ക്കാനുള്ള ചട്ടകൾ, അങ്കുലിയം, പിന്നെ എന്താ പറയുക, കവചം, ഇതൊക്കെ ഇവർ മഹർഷിമാർ തങ്ങളിൽ തീരുമാനിച്ചിട്ട് പലരും കൂടി നിരൂപിച്ച്, പല മഹർഷിമാരുടെ നിരൂപിച്ചിട്ട് നിർമ്മിച്ചിടിനാർ. ഇങ്ങനെയുള്ള അവരെല്ലാം രക്ഷിക്കത്തില്ലയോ? ഭഗവാൻ ശരീരം എടുത്തു പോയില്ലയോ? ശരീരത്ത് കൊള്ളത്തില്ലയോ? അപ്പോൾ അങ്ങനെ അത് ഈ രാക്ഷസന്മാരുടെ മായ ഭയങ്കരമാണ്. അതുകൊണ്ട് പല മഹർഷിമാരെ കൂടെ നിരൂപിച്ച് നിർമ്മിച്ചു. എന്താണ്? പല ലാശകൾ മായ തട്ടായവൻ, ഈ ദുഷ്ടന്മാരുടെ മായ തട്ടാതിരിക്കാൻ 3 പേർക്കും, ലക്ഷ്മണനും ശ്രീരാമനും സീതയ്ക്കും, അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. അംഗങ്ങളിൽ ധരിക്കാനായിട്ട് ചൂടാരത്നം ദേവിക്ക്, ലക്ഷ്മണന് കവചം, അങ്കുലീയം ശ്രീരാമനിങ്ങനെ കൊടുത്തു വിട്ടു. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാക്കൽ വച്ചു തൊഴുതിടിനാൻ. ഭക്തിയോടെ രാമന്റെ തൃക്കാക്കൽ കൊണ്ടുവന്ന് ലക്ഷ്മണൻ ഇത് 3 കൊണ്ടുവന്ന് വച്ചു ഭക്തിയോടെ തൊഴുതു. അങ്കുലീയകം എടുത്ത് അംബുജ വിലോചനൻ അങ്കുലി തന്മേലിട്ടു. ഭഗവാന്റെ അങ്കുലിയം ഭഗവാന്റെ അടുത്തിട്ടു. ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്ക് നൽകിയിടിനാൻ. മൈഥിലിക്ക് ചൂടാരത്നം കൊടുത്ത്. കവചവും ഭ്രാതാവ് തനിക്ക് അണിഞ്ഞിടുവാനരുളിനാൻ. കവചം ഭ്രാതാവെന്ന് വെച്ചാൽ സഹോദരനായ ലക്ഷ്മണനും കൊടുത്തു, അണിഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ആണ് മഹർഷിമാരിതെല്ലാം നിർമ്മിച്ചു കൊടുത്തു വിട്ടു. അത്രയെല്ലാം ഉപകാരങ്ങൾ മഹർഷിമാർ വനത്തിൽ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്ത് വരുന്നു? ശൂർപ്പണഖയ്ക്ക് ഒരു രക്ഷയും കിട്ടിയില്ല. എല്ലാവരെയും സഹോദരന്മാരും പോയി. ആദ്യം 14 പേരെ വിട്ട് അവരും പോയി, പിന്നെ 14,000 വന്ന് സഹോദരങ്ങളെല്ലാം പോയി. അപ്പോൾ വിലാപം കൂടി, ശൂർപ്പണഖയ്ക്ക് രോദനം കൂടി, മുറവിളിയായി. ഇനി എവിടേക്ക് പോകാം? രാവണൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. നമുക്കത് നോക്കാം എന്താണെന്ന്, അവരെന്താ ഇനി ചെയ്യാൻ പോകുന്നത്. ശൂർപ്പണഖ വിലാപം കരച്ചിൽ. രാവണ ഭഗിനിയും, അത് ശൂർപ്പണഖ ഭഗിനി സഹോദരി. ശൂർപ്പണഖ ഭഗിനി എന്ന് വെച്ചാൽ തൃശ്രാക്കയുടെ സഹോദരി, ഖരൻ്റെ സഹോദരി. ഇനിയിപ്പോൾ രാവണൻ്റെ സഹോദരി. അതിനാണ് ശൂർപ്പണഖ ഭഗിനിയും രാവണ ഭഗിനിയും. ശൂർപ്പണഖ വെച്ചാൽ ഭഗിനി തന്നെയാണ്. രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ അവിടേക്ക് പോയി. രാവണൻ്റെ അടുക്കലേക്ക് ചെന്നു. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. രാക്ഷസന്റെ ഈ രാവണൻ്റെ അടുക്കലേക്ക് ചെന്ന് എന്ത് ചെയ്തു? അഞ്ജനശൈലം പോലെ, ശൈലം പർവ്വതം, അഞ്ജനം നമ്മൾ അഞ്ജനം എഴുതുന്ന വെച്ചാൽ കരിമഷി എഴുതുന്നില്ലേ? അപ്പോൾ കരിക്കാണ് അഞ്ജനം. അപ്പോൾ കറുത്ത ഒരു പർവ്വതം പോലെ ചെന്ന് ശൂർപ്പണഖ രാക്ഷസരാജൻ്റെ മുമ്പിൽ, അതായത് രാക്ഷസരാജനായ രാജാവ് രാവണൻ്റെ മുമ്പിൽ ചെന്നങ്ങ് വീണു. മുറയിട്ടും കൊണ്ട് നിലവിളിച്ചും കൊണ്ട് ചെന്നങ്ങ് വീണു. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോട് അവന് ഉര ചെയ്താൽ. നോക്കുമ്പം അവൻ്റെ മുമ്പിൽ രാവണൻ്റെ മുമ്പിൽ ചെന്ന് വീണിട്ട് അഞ്ജനശൈലം പോലെ കറുത്ത ഒരു പർവ്വതം പോലെ ചെന്ന് രാവണൻ്റെ ഇടയ്ക്ക് ചെന്നങ്ങ് വീണിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോൾ എന്താ, മുലയും മൂക്കും കാതും പോരാങ്കിലോ ചോരയും ഒലിപ്പിച്ചിട്ട് അലറിക്കൊണ്ട് ഭഗിനിയോട് അവൻ പറയുന്നു, ഇങ്ങനെയുള്ളൊരു ഭഗിനിയെ കണ്ടു.
ഇതുപോലെ ചെന്ന് അപ്പോൾ ആ ഭഗിനിയോട് അവൻ ഉര ചെയ്താൻ. എന്താ അവൻ പറയുന്നത്? എന്തിതു വത്സേ ചൊല്ലിയിട് എന്നോട് പരമാർത്ഥം. എന്താ വത്സേ കുട്ടി, ഇത് എന്താ ഇങ്ങനെ? സഹോദരി അല്ലേ എത്രയൊക്കെയായാലും. അതുകൊണ്ട് നീ അത് പറയൂ, എന്നോട് പരമാർത്ഥം എല്ലാം പറയൂ. ബന്ധമുണ്ടായത് എന്ത്? വൈരൂപ്യം വന്നിടുവൻ. എന്താ ഇങ്ങനെ വൈരൂപ്യം? നിന്റെ മുഖത്തിങ്ങനെ ദേഹമൊക്കെ ഇങ്ങനെ ആയത് നോക്കിയോ, മാറില്ല, കാതില്ല, മൂക്കില്ല. അപ്പോൾ എന്തിത് വത്സേ ചൊല്ലിയുടെ എന്നോട് പരമാർത്ഥം. നിന്റെ പരമാർത്ഥം നീ എന്നോട് പറയൂ കുട്ടി. ബന്ധം എന്തായി നിനക്ക്? ഈ എന്ത് ബന്ധം കൊണ്ടാണ് നീ എന്ത് വൈരൂപ്യം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തത് അവൻ തന്നെ ഞാൻ ഒടുക്കുവാൻ. ഇത് ആരായാലും ഞാൻ അവനെ വധിക്കും, ഒടുക്കും. നീ ഇത് പറ, ആരാ ഇതെങ്ങനെ ചെയ്ത്? ശക്രനാണോ, അത് ഇന്ദ്രനാണോ, അതോ കൃതാന്തനാണോ, യമനാണോ, കാലനാണോ, അതോ പാശിശ വരണനാണോ, അതോ കുബേരനാണോ? ഈ ദുഷ്കൃതം നിന്നോട് ആരായത് ചെയ്ത്? ആരായാലും നീ പറയാം, അവനെ ഞാൻ ഒടുക്കും, വധിക്കും. സത്യം ചൊല്ലുന്ന നേരം അവൾ ഉര ചെയ്ത ആൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്നിതറിഞ്ഞിരിക്കുന്നു. അവൾ ആരെ കുറ്റം പറഞ്ഞ? രാവണന്. ഇത്രയെല്ലാം 14,000 പേരും സ്വന്തം അനുജന്മാരും മരിച്ചിട്ട് അറിയാത്തൊരു രാജാവ് ഈ രാവണൻ. അതുകൊണ്ട് സത്യം ചൊല്ലുന്ന നേരം ആ സത്യം ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ സമയത്ത് ഇവളെന്താ പറയുന്നത്? ഉര ചെയ്തത് എത്രയും മൂഢനാ. ആരാ? രാവണൻ. മൂഢൻ ഭവാൻ, അതായത് രാവണൻ പ്രമത്തനാണ്. മത്ത് എന്താ വെച്ചാൽ പ്രമത്തൻ, മത്ത് പിടിച്ച് അഹങ്കരിച്ച് നടക്കുന്നുണ്ടല്ലോ, അഹങ്കാരിയായി. അതാണ് പാനസക്തൻ. പാനശരിക്കുന്നത് പാനി വെള്ളമാണ്. ഈ വെള്ളമടിക്കാരെ അങ്ങനെ പറയാം. അതിൻ്റെ ആസക്തി മുഴുത്തിരിക്കുന്ന സക്തനാണ്, അത് പാനസക്തൻ. സ്ത്രീജിതൻ, സ്ത്രീകളോട് ജിതൻ വെച്ചാൽ സ്ത്രീകളെ എപ്പോഴും സ്ത്രീകൾ വേണം. ആ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. എന്താ താങ്കൾ അറിഞ്ഞിരിക്കുന്നത്? താങ്കൾ ഇത്രയൊക്കെ നടന്നിട്ട് വല്ലതും അറിഞ്ഞോ? നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? നിങ്ങൾ ശ്രീജിതനാണ്, അതിഷഠനാണ്, നിങ്ങൾ പാനസക്തനാണ്, പ്രമത്തനാണ്, മൂഢനാണ്, അങ്ങനെയുള്ള നിങ്ങൾ രാജാവാകുന്ന എന്താ? അതുകൊണ്ട് രാജാവെന്ന് എന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥ? എന്തിനാ നീ രാജാവാന്ന് പറയുന്നത്? അത് വൃഥ. നിന്നെ വെറുതെയാണ് രാജാവെന്ന് പറയേണ്ട. നീ രാജാവല്ല. കാരണം എന്താ? നീ ഒരു ശ്രീജിതനും ഒരു മൂഢനും അതിഷഠനും വെറും എന്താ പറയുക പ്രമത്തനും. പ്രമത്തിച്ച അത്രത്തോളം അഹങ്കാരം പിടിച്ച് നടക്കുന്ന, മത്ത് പിടിച്ച് നടക്കുന്ന അഹങ്കാരിയാണെന്നുള്ളതാണ്. എന്തിനാ വെറുതെ രാജാവെന്ന് പറയാൻ കൊള്ളത്തില്ല. എന്താ കാരണം? ചാരചക്ഷസും വിചാരവുമില്ലേതും നിത്യം. ചാരചക്ഷസ്, ചക്ഷസ് കണ്ണ് ഇല്ലടോ. ചാരച്ച കള്ളന്മാരല്ലയോ? ചോരൻ കള്ളനാ. ചാരന്മാരും അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു നാട്ടിൽ വന്നാൽ അതൊക്കെ അറിയേണ്ടത് രാജാവിൻ്റെ കടമയാണ്. അപ്പോൾ അതായിരിക്കും സംഭവം. ചാരചക്ഷസ് എല്ലായിടും നോട്ടം വേണ്ടേ? രഹസ്യമായിട്ടൊക്കെ ആൾക്കാരെ ദൂതനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ലോകത്ത് എന്തൊക്കെ കുറ്റകൃത്യങ്ങളുണ്ട്, ഇതൊക്കെ അറിയേണ്ട കടമ രാജാവിനുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ. എനിക്കതിൻ്റെ അർത്ഥം അത്രയ്ക്ക് അങ്ങോട്ട് വരും. ചാരചക്ഷസ് ഇതാണ്. ചാരന്മാരിപ്പം ഇപ്പം ഇത്രയും വന്ന് ഈ വനത്തിൽ വന്ന് പിന്നെ ശ്രീരാമനും ലക്ഷ്മണനും സീതയൊക്കെ വന്നിട്ട് ഈ രാവണൻ അറിഞ്ഞില്ല. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഒരു കണ്ണ് ഓടിക്കണം, രാജാവിൻ്റെ കടമയാണ്. രാജാവ് തന്നെ നിൽക്കണമെന്നില്ല, അതിന് ദൂതന്മാരെ വിട്ടാൽ മതി, ഭടന്മാരെ വിട്ടാൽ മതി, ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കുമെന്നറിയാം. ഈ 14,000 പേരും മരിച്ചിട്ട് അറിയാത്തതുകൊണ്ടാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് ചാരചക്ഷസും വിചാരവുമില്ലേതും നിത്യം. നിനക്ക് ദിവസേന നിനക്ക് ഇങ്ങനെയുള്ള നോട്ടങ്ങളൊന്നുമില്ല, നിന്റെ ദൃഷ്ടി എങ്ങും പതിയുന്നില്ല. ഇത് പതിഞ്ഞെങ്കിൽ ഇന്ന് ഇവിടെ നടന്ന സംഭവം 2 സഹോദരർ തൃശ്ശിരാവൻ എൻ്റെ പേര്, 3 തലയുള്ളവനും നാക്ക് ഒന്നാമതൊരു ഷുഗർ താഴെ നാക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമാവുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, ഈ ചൂട് വരുമ്പം എപ്പോഴും ഷുഗർ കുറയും. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും താങ്കൾ അറിയുന്നില്ല. ഒരു രാജാവിന് പറ്റിയതാണോ ഇത്? അതുകൊണ്ടാണ് പറയുന്നത് ചാരചക്ഷസും വിചാരവുമില്ലേതും. ഒരു വിചാരവും ലോകരെ പറ്റിയില്ല, സഹോദരങ്ങളെ പറ്റിയില്ല. ഉണ്ടെങ്കിൽ സഹോദരങ്ങളെങ്കിലും എന്ത് നോക്കത്തില്ല, അതും ഇല്ല. അതുകൊണ്ട് വിചാരവുമില്ലേതും നിത്യം. നാരിയെ നിത്യം എന്താ പിന്നെ ഉള്ളത്? നാരിയെ സേവയും ചെയ്ത് കിടന്നിടല്ല എപ്പോഴും. രാജാവെന്ന് പറയുന്ന വെറുതെയാ. താങ്കൾ എന്താ ചെയ്യുന്ന? നാരിയെ സേവയും ചെയ്തുകൊണ്ട് എപ്പോഴും കിടപ്പ തന്നെ, എപ്പോഴും നിനക്ക് കിടത്തേ ഉള്ളൂ. അതുകൊണ്ട് കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ. ഇതൊക്കെ പറയാനും പാടുള്ള സമയം, നമ്മുടെ പ്രായം അങ്ങനെയാണ്. തൃശിരാക്കൾ. അപ്പോൾ കേട്ടതില്ലയോ? കാരണം ഇത്രയൊക്കെ നടന്നിട്ടും താങ്കൾ കേട്ടില്ലയോ? ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതൊന്നും താങ്കൾ കേട്ടില്ലേ? എന്തൊരു രാജാവാ!
എപ്പോഴും നാരീജിതനായിട്ട് നാരികളെയും കണ്ട് കണ്ട് സ്ത്രീകളെയും കണ്ട് അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയോ? ഒരു രാജാവിന് വേണ്ടതാണോ ചാരദക്ഷത? എല്ലാം എന്ത് നോട്ടം വേണ്ടേ? ഇവിടെ എന്തൊക്കെ നടക്കുന്ന അറിയണ്ടേ? അതായിരിക്കും അങ്ങനെ പറയുന്നത്. ചാരദക്ഷത അത് തന്നെയാണ്, അല്ലാതെ അവിടെ വേറൊന്നും വരേണ്ടതായിട്ടില്ല. അങ്ങനെ ഊഹിച്ചാതൊക്കെ ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേട്ടതില്ലേ, ഇവിടെ നടന്ന സംഭവമൊന്നും അറിഞ്ഞില്ലേ? ഖരദൂഷണ തൃശ്ശിരാക്കൾ അതെല്ലാം താങ്കളുടെ സഹോദരനല്ലേ? കൂട്ടമേ ബാക്കി 14,000 പേരും കൂട്ടത്തോടെ മുടിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ? പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ. പ്രഹരാർത്ഥേന എന്ന് വെച്ചാൽ 3.25 നാഴിക കൊണ്ട് ഈ ശ്രീരാമൻ വേഗേന ബാണഗണം, ബാണങ്ങളുടെ ഒരു കൂട്ടം കൊണ്ട്, കൂട്ടം വെച്ചാൽ ഒരുപാട് ബാണം ഇതെങ്ങനെയല്ലേ പറ്റൂ ഇത്രയും പേരെ കൊല്ലണമെങ്കിൽ. അപ്പം ബാണഗണം പ്രഹരിച്ചൊടുക്കാൻ എന്തൊരു കഷ്ടം ഓർത്താൽ. ഇതൊന്നും താങ്കൾ അറിഞ്ഞില്ലേ? രാജാവാ, പക്ഷെ ഒന്നും അറിഞ്ഞില്ല. ഈ ശൂർപ്പണഖയുടെ മൂക്കും എല്ലാം പോയിട്ടും അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ എന്തൊരു രാജാവാ! എപ്പോഴും നാരീജിതനായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതിയോ? നാരി സേവയും ചെയ്ത് കിടന്നീട് എല്ലായ്പ്പോഴും അങ്ങനെ കിടന്നുകൊണ്ടിരുന്നാൽ മതി. ഒന്നും ഇവിടുത്തെ വിചാരങ്ങളൊന്നും അറിയണ്ട, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്തൊരു രാജാവ്. അത് കഷ്ടം തന്നെ, വൃഥാ തന്നെ, ഇത് വെറുതെയാ ഈ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹരാർത്ഥേന, അതായത് 3.25 നാഴിക കൊണ്ട് രാമൻ പെട്ടെന്ന് ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ. എന്നതു കേട്ട് ചോദിച്ചിടാൻ ദശാനനൻ, എന്നോട് ചൊല്ലിയിട് ഏവൻ രാമനാകുന്നതെന്നും. അങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ ഇത്രയും 14,000 പേരും മരിച്ചെന്ന് കേട്ടപ്പോൾ പോരെങ്കിൽ 2 ആങ്ങളമാർ, ഈ ഇവൻ്റെ സഹോദരന്മാർ, ഇത് കേട്ടപ്പോൾ ദശാനൻ 10 മുഖമുള്ളവൻ ആണ് രാവണൻ. അവൻ തന്നെ പറഞ്ഞു, രാവണൻ പറഞ്ഞു, എന്നോട് പറയൂ, ഈ ഏവനായി രാമൻ, അതാണ് എന്നോട് ചൊല്ലിയിട്ട് ഏവൻ രാമനാകുന്നതെന്നും. ഈ രാമൻ എന്ന് പറയുന്ന ആൾ ആരാ, ഏവനാ എന്ന് ചോദിച്ചു. അതൊന്നും അറിയുന്നില്ല. എന്തൊരു മൂലം അവൻ, എന്ത് കാരണം കൊണ്ടാണ് അവൻ കൊല്ലുവാൻ എന്നും, എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവൻ അവനെ ഞാൻ. അങ്ങനെ എന്ത് കാരണം കൊണ്ടാണെന്ന് പറയൂ. എന്തൊരു മൂലം, എന്ത് കാരണം കൊണ്ടാണ് അവൻ ഈ 14,000 പേരെയും കൊല്ലുന്നത്? എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവൻ അവനെ ഞാൻ, എന്നാൽ ഞാൻ അവനെ നിനക്ക് മരണം കൊടുക്കാം എന്ന്. അങ്ങനെ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അത് ആരാ ഈ രാമൻ, ഏവനാ എന്ന ഞാൻ അവനെ വധിക്കാം. അന്തകൻ തനിക്ക് നൽകിയിടുവാൻ അവനെ ഞാൻ. സോദരി ചൊന്നാൾ അത് കേട്ട് രാവണനോട്, യാതുധാനാധിപതി കേട്ടാലും പരമാർത്ഥം. അത്രയല്ല അവൻ പറഞ്ഞപ്പോൾ സോദരി അങ്ങനെ ഇത് ചൊന്നാൾ അത് കേട്ട് രാവണനോട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു, യാതുധാനാധിപതേ, അതായത് രാക്ഷസ രാജാവേ. അധിപതേശ എല്ലാത്തരുടെയും അധിപതി രാജാവാണ്. എന്ന് വെച്ചാൽ രാക്ഷസ രാജാവേ, കേട്ടാലും പരമാർത്ഥം. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ അവനെ അങ്ങനെയുള്ള ഏവനെ അവനെ ഞാൻ വധിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനക്ക് സന്തോഷമായി. ഉടനെ പറയും രാജാവേന്ന്. അതുമ്പോൾ രാജാവ് അല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. എന്താ പറയുന്നത്, യാതു ധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം, നമ്മൾ കള്ളാ പറയുന്നത് കേട്ടോ, നടന്ന സംഭവം എന്നല്ല പറയുന്നത്. ഞാനൊരു ദിനം, അതായത് ശൂർപ്പണഖ ഒരു ദിനം ജനസ്ഥാന ദേശത്തിങ്കിൽ നിന്ന് ആനന്ദം പൂണ്ട് താനേ സഞ്ചരിച്ചിടും കാലം. അവൾക്ക് തോന്നി ഇറങ്ങി സഞ്ചരിക്കണമെന്ന്. അപ്പോൾ ജനങ്ങളുള്ള വാസസ്ഥലത്തേക്ക്, സ്ഥാനദേശം, ജനങ്ങളൊക്കെ ഉള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് ആനന്ദത്തോടെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ ചിലട്ട് പോകുമല്ലേ, ടൗണൊക്കെ കാണണമെന്ന് പറഞ്ഞ് പോകുന്നത് പോലെ ഇവളൊന്ന് നടന്നപ്പോൾ താനേ സഞ്ചരിച്ചിടുന്ന സമയത്ത് കാലം കാനനത്തോടെ ചെന്ന് ഗൗതമി തടംപുക്കാൻ. ഞാൻ വനത്തിൽ കൂടെ നടന്ന് ചെന്ന് ഗൗതമി തടത്തിൽ ചെന്ന് അവിടെ വരെ പോയപ്പോൾ സാനന്ദം പഞ്ചവടി കണ്ടു. ഞാൻ നിൽക്കുന്നേരം അവിടെ നല്ല പഞ്ചവടി കണ്ടു. അവിടെ കണ്ട ഒരു പ്രത്യേക തരം സ്ഥലം. അവിടെ ആണല്ലോ മഹർഷിമാർ പഞ്ചവടിയിൽ പർണശാല കെട്ടി അവിടെ കഴിയാനാണല്ലോ ഭഗവാനോട് ഈ മഹർഷിമാർ പറഞ്ഞ. അവിടെ നല്ല എന്തുകൊണ്ടും ശോഭനമായ സ്ഥലമാണ് ആ ഗൗതമി തീരത്ത് പഞ്ചവടിയിൽ. അതുകൊണ്ട് ഈ ശൂർപ്പണഖ വനത്തിൽ കൂടെ നടന്നപ്പോൾ ഇവിടെ പഞ്ചവടി ചെന്ന് കണ്ടു. അവിടെ സാനന്ദം പഞ്ചവടി കണ്ടു. ഞാൻ നിൽക്കുന്ന നേരം അവിടെ ഈ ആനന്ദം കൊണ്ട് അവിടെ നിന്നപ്പോൾ ആശ്രമത്തിങ്കിൽ തത്ര രാമനെ കണ്ടേൻ. അപ്പം അവിടെ നിന്നപ്പോൾ ആശ്രമം കണ്ടു. ആശ്രമത്തിൽ എന്താ കണ്ടത്? രാമനെ കണ്ടു. എങ്ങനെ ഇരിക്കുന്നു രാമൻ? ജഗദാശ്രയഭൂതൻ, ജഗത്തിന് ആശ്രയമായിരിക്കുന്ന ഭൂതൻ. എന്താണ് ജഗദാശ്രയം? നമുക്കെല്ലാവർക്കും അവർക്ക് തന്നെ അറിയാം. ഈ ലോകത്തിൻ്റെ ആശ്രയഭൂതനാണ്. എല്ലാ ജീവജാലങ്ങൾക്കും
ഭഗവാൻ ആശ്രയം കൊടുക്കുന്നതാ. അതുകൊണ്ട് അവൾ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ പഞ്ചവടി ചെന്നൊരു ആശ്രമം കണ്ടു. അവിടെ ആശ്രമത്തെങ്കിൽ രാമനെ കണ്ടു. ജഗദാശ്രയഭൂതനും ജടാവൽക്കലങ്ങളും പൂണ്ട്. ഭഗവാൻ അങ്ങനെ ശ്രീരാമനെ പറയുക, രാമൻ ഇങ്ങനെ രാമനെ കണ്ടപ്പോൾ ജഗത്തിൻ്റെ ആശ്രയനാഥനാണ്, ആശ്രയഭൂതൻ എന്നിങ്ങനെ ജടാവൽക്കലങ്ങളും പൂണ്ടാണ് ഇരിക്കുന്നത്. ജടയോടുകൂടി വൽക്കലങ്ങളൊക്കെ ധരിച്ച് ഒരു മഹർഷി, ഒരു സന്യാസിയുടെ കണക്ക് പൂണ്ട്. ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും. ചാപബാണ അമ്പും വില്ലും എല്ലാം ഉണ്ട്. ശരങ്ങളെ ബാണങ്ങളും ചാപവും അത് വില്ലും അമ്പും എല്ലാം കയ്യിലുണ്ട്. എന്നിട്ടോ തേജസ്സോട്, ലോകത്തിൻ്റെ നാഥനാണെന്നും അവൾ പറഞ്ഞു. അപ്പോൾ തേജസ്സോട്, അത്ര ശോഭയോടുകൂടി താപസ വേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിരുന്ന ലക്ഷ്മണനോടും കൂടി സാദരം ഇരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. അപ്പോൾ ഭഗവാൻ എങ്ങനെയാ ചാപബാണങ്ങളുണ്ട്, പിന്നെയോ കണ്ടാലോ ജടാവൽക്കലങ്ങളും ധരിച്ച് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും. കണ്ടാൽ അത്ര തേജസ്സാ ഭഗവാന്റെ മുഖത്ത്. അങ്ങനെ താപസ വേഷത്തോടും മുനിവേഷമാണ്. ധർമ്മധാരങ്ങളോടും, അതായത് സോദരനായുടെ ലക്ഷ്മണനോടും കൂടി. സീതാദേവിയും ധർമ്മപത്നിയാണല്ലോ. ധർമ്മധാരങ്ങൾ വെച്ചാൽ സീതാദേവിയാന്ന അറിയാം, വേറെ ആരും അല്ലല്ലോ. അപ്പം ധർമ്മധാരങ്ങളോടും സോദരനായിട്ടും ലക്ഷ്മണനും കൂടി സാധനം ഇരിക്കുമ്പോൾ അടുത്ത് ചെന്നു ഞാനും. നന്നായി ഒരു 3 പേരോട് അവിടെ ഇരുന്നപ്പോൾ ഞാനും അടുത്തേക്ക് ചെന്നു. കണ്ടാൽ അത്ര തേജസ്സോടും ജടാവൽക്കലങ്ങളും എല്ലാം കാണുമ്പോൾ ഈ ലോകത്തിൻ്റെ നാഥനാണെന്ന് ആർക്ക് കണ്ടാലും അറിയാം. അതാണ് ആദ്യം ജഗദാശ്രയഭൂതനാണ്, നല്ല തേജസ്സുണ്ട്, എല്ലാം കൊണ്ടും അത്ര നന്നായി അവൾ പറഞ്ഞു രാവണനോട്. അങ്ങനെ ഞാനും അത് കണ്ട് അടുത്തോട്ട് ചെന്നു. ശ്രീരാമോ ഉത്സംഗേ വാഴും, അത് ഭഗവാന്റെ മടിയിൽ ശ്രീരാമോ ഉത്സംഗത്തിൽ വാഴും. ഭാമിനി തന്നെ കണ്ടാൽ, ഭാമിനി വെച്ചാൽ സീത തന്നെ കണ്ടാലോ. നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ഇങ്ങനെ ഒരു സ്ത്രീകൾ ഈ ലോകത്തിൽ മറ്റെങ്ങും കണ്ടിട്ടില്ല. അത്ര സുന്ദരിയാണ് ആ ശ്രീരാമോ ഉത്സംഗേ വാഴുന്ന ശ്രീരാമഭഗവാന്റെ അടുക്കൽ മടിയിൽ ഇങ്ങനെ വാഴുന്ന അടുത്ത് തന്നെ ഇരിക്കുന്ന ഈ പാമ്പിനെ കണ്ടാൽ, ഈ സീതയെ കണ്ടാൽ, നാരികൾ സ്ത്രീകൾ ഔവണ്ണം ഇതുപോലുള്ള സ്ത്രീകൾ മറ്റില്ലല്ലോ, എങ്ങും തന്നെ ലോകത്തിലില്ല. ദേവഗന്ധർവ നാഗ മാനുഷ നാരിമാരിൽ, അപ്പോൾ ദേവന്മാരിൽ വെച്ചും ഗന്ധർവന്മാരിൽ വെച്ചും നാഗം സർപ്പം അതിൽ വെച്ചും മനുഷ്യരിൽ വെച്ചും ഇങ്ങനെയുള്ള നാരിമാരിൽ ഏവം കാണാനുമില്ല കേൾപ്പാനുമില്ല. ഇങ്ങനെയുള്ള ഒരു കാരണവശാലും ദേവന്മാരിലും അപ്സരസിലും ഒന്നുകൊണ്ടും ഗന്ധർവന്മാരിൽ വെച്ചൊന്നും ഇങ്ങനെയുള്ള നാരിമാരില്ല ലോകത്ത്. അത്ര സുന്ദരി തേജസ്സോടു കൂടിയ ആണ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീ വർഗവും നാണം പൂണ്ട് ഒളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവത അവളല്ലോ. അപ്പോൾ ഇന്ദിരാദേവി ആരാ? ഭഗവാൻ നാരായണൻ്റെ പത്നിയായ മഹാലക്ഷ്മി ഇന്ദിര. പിന്നെ ഗൗരി ആരാ? പാർവതീ ദേവി. വാണി ആരാ? സരസ്വതി ദേവി. വാണി മാതാ എന്ന് വെച്ചാൽ വാണി വാക്കാണ്, വിദ്യ. അതുകൊണ്ടല്ലേ നമ്മൾ വിദ്യയ്ക്ക് വേണ്ടി അമ്മയെ വാണി സരസ്വതി ദേവിയാണ്. അപ്പോൾ വാണി മാതാ അമ്മയായാലും ഇന്ദ്രൻ്റെ ഭാര്യ ആയാലും മറ്റുള്ള അപ്സര സ്ത്രീ വർഗവും നാണം പൂണ്ട് ഒളിക്കും ഈ ശ്രീരാമ ഭഗവാന്റെ ഉത്സംഗത്തിൽ വാഴുന്ന ഈ സീതയെ കണ്ടാൽ. അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം നാണം പൂണ്ട് ഒളിക്കും, അത്ര സുന്ദരിയാണെന്നാണ് രാവണനോട് പറയുന്നത്. അവരെല്ലാം നാണം പൂണ്ട് ഒളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവത അവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം. ഇങ്ങനിരിക്കുന്ന ആ ദേവിയുടെ പതിയാകുന്ന ഈ പുരുഷൻ, ഈ ശ്രീരാമൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം നമുക്ക്. അത്ര തേജസ്സോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ഇത് ജഗത്തിൻ്റെ പതി. ഈ ദേവിയുടെ മാത്രം, സീതാദേവിയുടെ മാത്രം പതി അല്ല, ഇത് ജഗത്തിൻ്റെ നാഥനാണ്. നമുക്ക് ഏത് ജീവജാലങ്ങൾക്കും സർവർക്കും വേണ്ടിയുള്ള നാഥനാ, പതി വെച്ചാൽ ഭർത്താവ്. നമുക്കെല്ലാവരുടെയും നാഥൻ എന്ന് പറഞ്ഞാൽ അതെന്താ? സർവ്വജീവൻ്റെയും പ്രാണനാഥനെ എന്ന് പറഞ്ഞതുപോലെ പതിയാണ്, ലോകത്തിൻ്റെ പതി. അപ്പോൾ സീതയ്ക്ക് മാത്രമുള്ളയാണോ? നമ്മളും എല്ലാവരും സീതാദേവി തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാം ഈ ഇവിടെ പ്രപഞ്ചത്തിൽ അമ്മയുടെ മക്കളാകുമ്പോൾ നമ്മളും അമ്മയെ പോലെ തന്നെയാണ്. അല്പാൽപ്പമേ ഉള്ളൂന്നേ ഉള്ളൂ. അമ്മയ്ക്ക് ലോകമാതാവല്ലേ, അവരുടെ മക്കളാവുമ്പോൾ നമുക്ക് അല്പാൽപ്പം അവിടുത്തെ അംശം എന്ന് പറയാം. അപ്പോൾ ഈശ്വരൻ ലോകപിതാവ് ഈ ജഗത്തിൻ്റെ പതിയാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ കൽപ്പിക്കാം, നമുക്കങ്ങനെ പറയാം. തൽപതിയാകും പുരുഷൻ, ഈ പരമാത്മാവായ ശ്രീരാമൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം. അവർക്ക് അതൊക്കെ അറിയാം.
വികല്പമില്ല അല്പവും അതിനിപ്പോൾ, അതിന് യാതൊരു സംശയമില്ല. എത്രയൊക്കെ നോക്കിയിട്ട് അവൾക്ക് അറിയാം ഇത് ലോകപിതാവാണെന്ന്. അതാണ് അവൾക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണല്ലോ ഭഗവാനെ അവൾക്ക് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഈ മൂക്കും ഒക്കെ ഛേദിച്ചത്. ഒന്നീ ലക്ഷ്മണനെ വേണം, അല്ലെങ്കിൽ ശ്രീരാമനെ വേണം. ഏതെങ്കിലും ഒന്ന് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരാനും. അപ്പം സീതയെ ബലാത്കാരമായി ചെന്ന് അവളോട്ട് സീതാദേവി ചെന്ന് ഉപദ്രവിക്കാൻ ചെന്നപ്പോഴാണ് ലക്ഷ്മണൻ കോപമുണ്ടായി അവളെ ഛേദിച്ചത്, മൂക്കൊക്കെ. അതുകൊണ്ട് വികല്പമില്ല അല്പവും അതിനിപ്പോൾ എന്താ ലോകത്തിൻ്റെ പതിയാണെന്ന് നമുക്ക് തീരുമാനിക്കാം, കൽപ്പിക്കാം. തൊൽപത്നി ആക്കിടുവാൻ തക്കവൾ അവളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങി പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. ഇവിടെ ഇനി കുറ്റകൃത്യം എന്താന്നാ പറയാൻ പോകുന്നത്? അവള് കള്ളത്തിനാ പറയുന്നത്. എന്ന് വെച്ചാൽ തൊൽപത്നി ആക്കിടുവാൻ, ആരുടെയാ? ഈ രാവണന് പത്നിയാക്കാൻ. ഭഗവാന്റെ ശ്രീരാമന്റെ പത്നിയാ അവളെ. അവളെന്നല്ല, ആ അമ്മേ ദേവിയെ ഇവൾക്ക് ഈ ശ്രീരാമ ഭഗവാന്റെ ഭാര്യയായിരിക്കുന്ന ഈ സീതാദേവിയെ രാവണന് പത്നിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പത്നി ആക്കിടുവാൻ തക്കവൾ അവളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങി പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. അവിടെ ഇത്രയും പറഞ്ഞ് എൻ്റെ സഹോദരനെ രാവണന് ഭാര്യ ആക്കണമെന്നങ്ങനെ അവിടെ പറഞ്ഞ് കൽപ്പിച്ച് അങ്ങനെ പറഞ്ഞിട്ട് പോരാനായിട്ട് ഒരുങ്ങിയത്. കള്ളത്തരം പറയുമല്ലയോ? അങ്ങനെ പറഞ്ഞപ്പോഴാണ് മൽക്കുച നാസ കർണഛേദനം ചെയ്താനപ്പോൾ ഇത്രയും ഞാൻ കൽപ്പിച്ചു പറഞ്ഞു, എൻ്റെ സഹോദരന് വേണ്ടി സീതയെ വേണോ എന്ന് ഒരു വാക്കവിടെ പറഞ്ഞ് കൽപ്പിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ഇനി പോരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൂച്ച എന്ന് വെച്ചാൽ മാറും നാസ മൂക്കും കർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ രാഘവൻ്റെ നിയോഗപ്രകാരം ലക്ഷ്മണൻ കോപത്തോടെ വന്ന്, ഞാൻ ഇത്രയും ഒന്ന് കൽപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ സഹോദരനെ ഭാര്യയാക്കാം എന്നൊന്ന് പറഞ്ഞിട്ട് ഇനി പോരാനായിട്ട് ഒരുങ്ങിയപ്പോൾ തന്നെ ദേഷ്യം വന്ന് രാമൻ്റെ നിയോഗപ്രകാരം എൻ്റെ കൂച്ചം മാറും മൂക്കും ചെവിയെല്ലാം കോപത്തോടെ രാഘവൻ പറഞ്ഞതനുസരിച്ച് ഛേദിച്ച് കളഞ്ഞു. ഇത് കള്ളത്തരമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സത്യത്തിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഇവിടെ മാറി മാറി ശല്യപ്പെടുത്തി. ഒന്നീ രാമൻ കെട്ടണം, അല്ലെങ്കിൽ ലക്ഷ്മണൻ കെട്ടണം. ഇത് രണ്ടിലേലും നടത്തണം. അവർക്ക് അവസാനം സഹി കെട്ടു. അവർ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വിട്ടു. ലക്ഷ്മണൻ പറയും ശ്രീരാമൻ്റെ ഒക്കെ ചെല്ലാൻ, ശ്രീരാമൻ പറയും ലക്ഷ്മണൻ്റെ ഒക്കെ ചെല്ലാൻ. അവൻ കെട്ടിക്കോളും, അവനിപ്പോൾ ഭാര്യ ഇല്ലാതിരിക്കല്ലേ, എനിക്കൊരു ഭാര്യയുണ്ട്, അത് മതിയല്ലോ, ഒന്നിനെ മതിയല്ലോ, അത് സ്ത്രീകളുടെ ദുഃഖം സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അവസാനം നടക്കൂല എന്നപ്പം ദേഷ്യം വന്നു. അങ്ങനെ സീതാദേവി അടുക്കൽ ചെന്ന് യുദ്ധത്തിനായിട്ട് പിടിച്ച് നശിപ്പിക്കാനിരിക്കുന്നത്. ആ ദേവി കാരണമാണല്ലോ ശ്രീരാമനെ ഇവർക്ക് കിട്ടാത്തത്. എന്നാൽ ദേവി അങ്ങ് കൊന്നുകളയാം എന്ന് ധരിച്ച് അവൾ ചെന്നപ്പോൾ ഇത് മനസ്സിലാക്കി ലക്ഷ്മണൻ ചാടി വീണാണ് അവളെ ഛേദിച്ചത്, മൂക്കല്ല. അത് പറഞ്ഞാൽ രാവണൻ തിരിച്ചു വരുമോ, വഴക്കിന് വരുമോ? സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അവൾ കള്ളം പറഞ്ഞു. എന്താ കള്ളം പറയുന്നത്? രാവണന് വേണ്ടി ഞാൻ സീതയെ അവിടെ വിവാഹം കഴിക്കുക, എൻ്റെ സഹോദരന് വേണ്ടി സീതയെ ആലോചിക്കുന്നതിന് വേണ്ടി ചെന്ന് ഇങ്ങനെ പറഞ്ഞ് കൽപ്പിച്ചിട്ട് ഞാൻ ഈ പോരാൻ ഒരുങ്ങിയതാ. അപ്പോൾ ലക്ഷ്മണൻ രാമൻ്റെ നിയമപ്രകാരം എന്നെ ഇങ്ങനെയെല്ലാം ചെയ്തു, ദേഷിച്ച് ഛേദിച്ചു. ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.